ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. Praise the Lord. Praise the Lord. Hallelujah. 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 കരങ്ങൾ ഉയർത്തി വീശി സന്തോഷത്തോടെ പറയാം Hallelujah. Hallelujah. അടുത്ത് നിൽക്കുന്നവരെ നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് പറയാം Hallelujah. 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 എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കഴിഞ്ഞ 5 ദിവസങ്ങൾ 14-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള 5 ദിവസങ്ങൾ പാലാരിവട്ടത്തുള്ള കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ ഒരുക്കിയ, വലിയ കൃപകൾ നൽകിയ 5 ദിവസങ്ങളായിരുന്നു. നമുക്ക് കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. അതുപോലെ ഇന്നലെ ഡോൺ ബോസ്കോ കോളേജിൽ ഒരു ദിവസത്തെ ധ്യാനം ഉണ്ടായിരുന്നു. കുഞ്ഞുമക്കളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയൊക്കെ ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഇന്ന് ഈശോ നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞാൻ ആരാണെന്നാണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത്? എന്നെ കുറിച്ചുള്ള നിന്റെ ബോധ്യം എന്താണ്? എന്താണ് ചോദ്യം? ഞാൻ ആരാണെന്നാണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത്? ഞാൻ എന്താണെന്നാണ്. അതായത് ഇന്നലെ രാത്രി അച്ഛൻ ശുഭരാത്രി വചന ശുശ്രൂഷയിൽ അത് വിചിന്തനം ചെയ്തിരുന്നു. കേട്ടവരൊന്ന് കൈ ഉയർത്താവോ? ശുഭരാത്രി കേൾക്കുന്നവർ. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, നമുക്ക് മറ്റുള്ളവർ നമ്മെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ വറീഡാവാറുണ്ട്, അല്ലേ? ബേജാറാവാറുണ്ട്. മറ്റുള്ളവർ നമ്മെ കുറിച്ച് അവരെന്താണെന്ന് അവനെ കുറിച്ച് ചിന്തിക്കുന്നത്, അവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കാവോ, ഓർത്തിട്ടുണ്ടാവോ, അല്ലേ? അവരെ കുറിച്ച് മറ്റുള്ളവർ നമ്മെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കുന്നു. ഈശോയ്ക്കും അങ്ങനെ ഒരു ചിന്ത, ഇവരൊക്കെ എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, എന്നെ ഇവര് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാണ് എന്റെ സ്നേഹം, ഞാൻ എത്രമാത്രം നല്ലവനാണെന്ന്, അല്ലെങ്കിൽ എന്റെ ദൗത്യം എന്താണെന്ന്, ഞാൻ ആരാണെന്ന് ഇവര് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഈശോയ്ക്ക് ഒരു ആശങ്കയുണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കും ചില നേരത്ത് അങ്ങനെ ആശങ്ക ഉണ്ടാവാറുണ്ട്. ഞാൻ ആരാണെന്നാണ് നിന്റെ വിചാരം എന്നൊക്കെ ഉള്ള ആശങ്കകൾ. അപ്പോൾ അത് ഈശോയ്ക്കുണ്ടായ ആശങ്ക പോലെ തന്നെയാണെന്ന് വിചാരിക്കുന്നത്, അത് വേറെ തരത്തിലാണ്. അപ്പോൾ ഹല്ലേലൂയ. എന്തായാലും നമ്മൾ ധ്യാനിക്കുന്നത്, ഈശോ ചോദിക്കുകയാണ്, ഞാൻ നിന്റെ ജീവിതത്തിൽ എനിക്കുള്ള സ്ഥാനം ശരിക്കും എന്താ? ഞാൻ നിനക്ക് കേവലം കാര്യങ്ങൾ നടത്തി തരാനുള്ള ഒരാളാണോ? കേവലം നിനക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരാള് വേണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരാളാണോ? അല്ലേ? എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ആരെങ്കിലും വേണം. ഒരു വിഗ്രഹമെങ്കിലും കിട്ടിയാൽ മതി, ഒരു കല്ലെങ്കിലും കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു മരമെങ്കിലും കിട്ടിയാൽ മതി. എന്തെങ്കിലിനോടും പ്രാർത്ഥിക്കുക എന്നുള്ളത് ആളുകൾക്ക് അതുപോലെ ഒരു സാധനമാണ്, ഒരു വസ്തുവാണ്. ഞാൻ ആരാണ്? അപ്പോൾ പത്രോസ് പറയുകയാണ്, നീ ക്രിസ്തുവാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതിന്റെ അർത്ഥം എന്താണ്? ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദി അനോയിന്റഡ് വൺ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ക്രൈസ്റ്റ്, ക്രിസ്തോസ്, ദി അനോയിന്റഡ് വൺ. അതായത് അഭിഷേകം ചെയ്യപ്പെട്ട. ആരാണ് അഭിഷേകം ചെയ്യുന്നത്? അഭിഷേകം ചെയ്യുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. എന്തിനു വേണ്ടി? രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. അഭിഷേകം ചെയ്യുന്ന അയക്കുന്നതിന് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ നീ ഞങ്ങളുടെ രക്ഷകനാണ് എന്ന് ഏറ്റുപറയുന്നു. നീ ദൈവപുത്രനാണ്, നീ രക്ഷകനാണ്, നീ സ്വന്തം ഇഷ്ടത്താൽ വന്നവനല്ല, രക്ഷിക്കാൻ വന്നവനാണ് എന്ന ഒരു ബോധ്യം
പത്രോസ് പറയുകയാണ്. ഇതിനെയാണ് വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. ഈശോയേ. അതിനോട് ചേർന്ന് ഈശോ പറയുകയാണ്, അതെ, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ രക്ഷകനാണ്, ഞാൻ രക്ഷിക്കാൻ പോവുകയാണ്. ഈ രക്ഷാകര കർമ്മം പൂർത്തീകരിക്കപ്പെടുന്നത് ഞാൻ സഹിക്കുകയും നിന്ദിക്കപ്പെടുകയും മരിക്കുകയും സഹനങ്ങൾ ഏറ്റെടുത്ത് മരിക്കുകയും ചെയ്യുമ്പോഴാണ്, മരിക്കുകയും ഉയർക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ എന്റെ ദൗത്യം പൂർത്തിയാക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഒരു കുഴപ്പവും ഉണ്ടാകരുത്. എന്താണ് നമ്മുടെ ആഗ്രഹം? നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഒരു കുഴപ്പമുണ്ടാകരുത്. എനിക്കും എന്റെ കൊച്ചിനും ഒരു കുഴപ്പം, ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്കൊരു സഹനവും ഉണ്ടാകരുത്. നമ്മുടെ വീട്ടുകാർക്കൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ പള്ളിക്കാർക്കൊന്നും പറ്റില്ല, ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന ഒരു നല്ല ചിന്ത, എന്നൊരു മനോഭാവം, അതൊരു ഇടുങ്ങിയ മനോഭാവം. അപ്പോൾ ഈശോ പറയുകയാണ്, ആ ചിന്ത ദൈവീകമല്ല. നമുക്ക് സഹനമുണ്ടാകരുത്, നമുക്ക് പ്രയാസം ഉണ്ടാവരുത്. ഈശോ പറയുകയാണ്, നമുക്ക് പ്രയാസമുണ്ടായിട്ടും മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ, അപരനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മരണം ഏറ്റെടുക്കുക എന്ന ചിന്ത അത് ദൈവീകമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. സ്വയം ഇല്ലാതെയാക്കിക്കൊണ്ട് അപരനെ രക്ഷിക്കുക എന്ന ചിന്തയാണ് ദൈവീകം. സ്വയം സംരക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ മറക്കുക എന്നത് ദൈവീകമല്ല, അത് മാനുഷികമാണ്. ആ മാനുഷികമായ ചിന്തയെ നോക്കി ഈശോ വിളിക്കുകയാണ്, സാത്താനെ മാറി നിൽക്കുക. കണ്ണുകളടക്കം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് എന്റെ ചിന്ത ദൈവീകമാണ്, അല്ലെങ്കിൽ കേവലം മാനുഷികമാണ്. മാനുഷികമായ നമ്മുടെ ചിന്തകൾക്ക് രൂപാന്തരീകരണം സംഭവിക്കണം. മാനുഷികമായ ചിന്ത ദൈവീകമായ ചിന്തകളായി വളർച്ച പ്രാപിക്കണം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം.